സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം 2-ലെ 3ാമത്തെ പാഠമായിട്ടുള്ള ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഭൂപടത്തിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിത്രത്തിൽ നോക്കി എന്തൊക്കെ കാണാം? അരാവലി പർവ്വത നിരകളുണ്ട്, വിന്ധ്യ സത്പുര പർവ്വത നിരകളുണ്ട്, മഹാദിയോ കുന്നുകൾ, മൈക്കല നിരകൾ, കൈമൂർ കുന്നുകൾ, രാജ്മഹൽ കുന്നുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി പൂർവ്വഘട്ടം, പടിഞ്ഞാറ് ഭാഗത്തായി പശ്ചിമഘട്ടം തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായിട്ടുള്ള ഈ ഭൂവിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുക എന്നതാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമുക്ക് കൂടുതൽ അടുത്തറിയാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൻ്റെ അടിത്തറ എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഒരു ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിശാലമായിട്ടുള്ള പീഠപ്രദേശങ്ങൾ, അതിൻ്റെ അതിർത്തി തീർക്കുന്ന മലനിരകളുണ്ട്, കുന്നുകൾ, അതുപോലെ തന്നെ താരതമ്യേന ആഴം കുറഞ്ഞിട്ടുള്ള നദീ താഴ്വരകളും വൈവിധ്യമാർത്തുള്ള നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? വിശാലമായിട്ടുള്ള പീഠപ്രദേശമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അതിർത്തികളായിട്ട് ഒരുപാട് മലനിരകളും കുന്നുകളും അതുപോലെ തന്നെ ആഴം കുറഞ്ഞിട്ടുള്ള നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് പീഠഭൂമി എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് പീഠഭൂമി? ചുറ്റുപാടിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് ചേർന്നതുമായ ഭൂവിഭാഗമാണ് പീഠഭൂമികൾ. അപ്പോൾ ചുറ്റുപാടിൽ നിന്ന് ഉയർന്നായിരിക്കും സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഉപരിഭാഗം എങ്ങനെയായിരിക്കും? നിരപ്പാർന്നതുമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് എന്ത്? പീഠഭൂമികൾ. ഇനി ഈ പീഠഭൂമികളെ നമുക്ക് സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. അപ്പോൾ ഈ പീഠഭൂമികൾ എന്താണ്? പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ വൻകര പീഠഭൂമികൾ. അപ്പോൾ ഒന്നെന്താണ്? പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വതങ്ങളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ എന്നിങ്ങനെ പീഠഭൂമിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിലായിട്ട് വേറൊരു ചോദ്യം കാണാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഭൂപടം ചിത്രം 3.1 നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
ഒന്ന് നമുക്ക് പറയാം. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഏതാ രാജസ്ഥാൻ ഉണ്ടല്ലേ, പിന്നെ കർണാടകയുണ്ട്, കേരളം, തമിഴ്നാട്. അപ്പോൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കർണാടക, കേരളം, തമിഴ്നാട് തുടങ്ങിയവ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായി ഉൾപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഭാഗികമായി ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഭാഗികമായി ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി പേജ് നമ്പർ 55 കടക്കുമ്പോൾ അവിടെ വേറൊരു ഭൂപടം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഭൂപടത്തിലൂടെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആ ഒരു ഭൂപടം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാം? പൂർവ്വഘട്ടമുണ്ട്, പശ്ചിമഘട്ടമുണ്ട്, അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലമൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു ഭൂപടത്തിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്തായിട്ട് പൂർവ്വഘട്ടവും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് എന്തുണ്ട്? ഉത്തരേന്ത്യൻ സമതലമുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ തെക്കായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 16 ലക്ഷം ചതുരശ്ര മീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂവിഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, അതുപോലെ തന്നെ മധ്യ ഉന്നത തടം. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, അതുപോലെ തന്നെ മധ്യ ഉന്നത തടം. ഇനി നമുക്ക് ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. എന്താണപ്പോൾ? പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സത്പുര പർവ്വത നിരകൾക്ക് തെക്കുള്ള വിശാലമായിട്ടുള്ള പീഠഭൂമി പ്രദേശമാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകളാൽ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകളായി കാണപ്പെടുന്നു. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകൾ ഏതൊക്കെയാണ്? സത്പുര പർവ്വത നിരകൾ, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നിവയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകൾ. ഇനി നമുക്ക് ഡെക്കാൻ പീഠഭൂമിയുടെ ആ ഒരു പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് നോക്കാം. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് വന്നത്. അപ്പോൾ തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നിട്ടാണ് നമുക്ക് ഡെക്കാൻ പീഠഭൂമി എന്ന പേര് വന്നിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയ പരരൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകാൻ കാരണമായിട്ടുള്ള ശിലകൾ ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയിട്ടുള്ള പരൽരൂപ ശിലകൾ ഒഴുകി ആണ് ഡെക്കാൻ പീഠഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗം ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ നമുക്ക് ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗം ഡെക്കാൻ ട്രാപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പോൾ ഈ ബസാൾട്ട് ലാവാശിലകളാണ് അവിടെ കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ട് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് ഇത്. അപ്പോൾ ഈ മണ്ണ് ഫലപുഷ്ടമായ ജലസംഭരണ ശേഷിയുള്ള ഈ ഒരു മണ്ണ് വേനൽക്കാലത്തും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ സവിശേഷതയാണ് ഫലപുഷ്ടി മണ്ണാണ്, അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത കാലത്തും കാർഷിക വിളകൾക്ക് ഈ ഒരു മണ്ണ് വളരെ ഉപയോഗപ്രദമാണ്. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനകരമായതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതുലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളായുള്ള പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഭൂപടത്തിൽ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ എന്തൊക്കെയാണ് പറയുന്നത്? ഡെക്കാൻ പീഠഭൂമി തെക്കേ എന്നർത്ഥം വരുന്ന ദക്ഷിൺ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയിട്ടുള്ള പരൽരൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം ബസാൾട്ട് എന്ന് പറയുന്ന ലാവ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഡെക്കാൻ ട്രാപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ട് രൂപപ്പെട്ട മണ്ണാണ് കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ റിഗർ മണ്ണിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? വളരെ ഫലഭൂഷ്ടമാണ്, അതായത് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയുണ്ട് ഈ ഒരു മണ്ണിന്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമുക്ക് മഴ കിട്ടിയില്ലെങ്കിലും ഈ ഒരു മണ്ണിൽ ജലത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു മണ്ണ് എന്തിനാ അനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ ഏതൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങൾ ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അപ്പം നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവ്വഘട്ടത്തെക്കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. എന്താണ് പശ്ചിമഘട്ടം? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരകൾക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര്. അപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണല്ലേ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണ് എന്ത്? പശ്ചിമഘട്ടം. വടക്കു നിന്നും തെക്കോട്ട് പോകുന്നതോടും ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടി വരും. അപ്പോൾ വടക്ക് നിന്ന് നമ്മൾ തെക്കോട്ട് പോകുന്തോറും പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടി വരും. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ അടിയിലൊരു ചോദ്യമുണ്ട്. എന്താണ്? ആനമുടി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പരിചയപ്പെട്ടു. ആ പശ്ചിമഘട്ടത്തിന് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ആനമല, ഏലമല എന്നീ പേരുകളിലും അതുപോലെ തന്നെ കർണാടകം, തമിഴ്നാട് എന്നീ ഭാഗങ്ങളിൽ നീലഗിരി എന്നും മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ആനമല, ഏഴുമല, നീലഗിരി, സഹ്യാദ്രി എന്നീ പേരുകളിലും പശ്ചിമഘട്ട പർവ്വത നിരകൾ അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദൊഡബെട്ട ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പൂർവ്വഘട്ടത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഭൂപടം 3.2 നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ജാവടിക്കുന്നുകൾ, പൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയിട്ടുള്ള മലകളുടെ സ്ഥാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം. അപ്പോൾ ഏതൊക്കെ കുന്നുകളുടെ നിരയാണ്? ജാവടിക്കുന്നുകൾ, പൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയിട്ടുള്ള കുന്നുകളുടെ നിരയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഒഡീഷയുടെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്ററോളം നീളമുണ്ട് എന്തിന്? പൂർവ്വഘട്ടത്തിന്. അപ്പോൾ ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്ററോളം പൂർവ്വഘട്ടത്തിൻ്റെ നീളമുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ടാണ് തിരിച്ചിരുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിരുന്നു. അപ്പോൾ ഒന്നാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അടുത്തതായി നമുക്ക് മധ്യ ഉന്നത തടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. അത് നമ്മൾ ഭൂപടം നോക്കുകയാണെങ്കിൽ സത്പുര പർവ്വതനിരയ്ക്ക്
വടക്കായിട്ടുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് അരിക് അരാവലി പർവ്വതമാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? മധ്യ ഉന്നത തടത്തിൻ്റെ മറ്റൊരു പേര് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ? എന്താണ്? മാൾവ പീഠഭൂമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മധ്യ ഉന്നത തടം. അപ്പോൾ മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് അരിക് അരാവലി പർവ്വതനിരയാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു അരാവലി നിരയിലാണ്. അപ്പോൾ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ത്? മൗണ്ട് അബു. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരാവലി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു. അരാവലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് അരാവലി പർവ്വതം എന്നറിയപ്പെടുന്നത്. മധ്യ ഉന്നത തടത്തിൻ്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനൈറ്റ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഈ പ്രദേശത്തിൻ്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരുപാട് ധാതുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? ഒന്നാമത് ധാതു ഖനനമായിരിക്കും, അതുപോലെ തന്നെ ധാതു അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോക്സിലായിട്ട് എന്താണ് നീലഗിരി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് നീലഗിരി? തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലുള്ള മലനിരകളാണ് നീലഗിരി കുന്നുകൾ. അപ്പോൾ തമിഴ്നാട്, കർണാടകം, കേരളം, അതായത് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, കേരളം, കർണാടകം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട മലയോര സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഊട്ടിയുണ്ട്, കൂനൂറുണ്ട്, കോട്ടയുണ്ട്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ ഊട്ടിയെക്കുറിച്ച് നമുക്ക് എന്ത് വിളിക്കാം? ഊട്ടിയെ നമുക്ക് കുന്നുകളുടെ രാജ്ഞി എന്ന് വിളിക്കാം. അപ്പോൾ കുന്നുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്ന ഊട്ടി ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. അപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സംരക്ഷണ പ്രദേശങ്ങളാണല്ലോ ജൈവമണ്ഡല ഉദ്യാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനമാണ് ഏത്? നീലഗിരി കുന്നുകൾ. അടുത്തതായി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം, വ്യത്യസ്ത കാലാവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായിട്ടും ഏത് കാലാവസ്ഥയാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അറിയപ്പെടുന്നത്. എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. പക്ഷേ ഇവിടെ താപനിലയിലും മഴയിലുമൊക്കെ വലിയ തോതിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഈ കാലാവസ്ഥയിൽ വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾക്ക് കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി. ഏതൊക്കെയാണ്?
ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി തുടങ്ങിയവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതമേഖല ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. അപ്പോൾ പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് കാണപ്പെടുന്നത്. അപ്പോൾ പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് ഉണ്ടാവാറുള്ളത്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് ദൈനിക താപാന്തരം. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അതായത് ഒരു പ്രദേശത്ത് ഒരു ദിവസം ഇപ്പോൾ വ്യത്യസ്ത താപനില ഉണ്ടാകുമെന്ന് വിചാരിക്കുക. കൂടിയ താപനിലയുണ്ട്, കുറഞ്ഞ താപനിലയുണ്ട്. ഈ താപനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദൈനിക താപാന്തരം? ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഇതിനിടയിലായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തണുത്ത കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ എന്താണ് ചോദ്യം? ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പൊതുവെ ഇവിടെ എന്താണ് തണുത്ത കാലാവസ്ഥയാണ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില എന്തായിരിക്കും? താപനില കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പ്രദേശങ്ങൾ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണെങ്കിൽ പോലും ഇവിടെ തണുത്ത കാലാവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം ഇതാണ്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഉയരം കൂടുന്തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ തണുത്ത കാലാവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള കാരണം. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ വിരളമോ മിതമോ ആയിരിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവ് തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. 250 സെൻറ്റിമീറ്റർ മുതൽ 400 സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? നമുക്കൊരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് മഴനിഴൽ പ്രദേശം എന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? പശ്ചിമഘട്ട പർവ്വതനിരകൾ കാണാം അല്ലേ? അപ്പോൾ അതിന് താഴെയായിട്ട് കടൽ എന്ന് പറയുന്ന ഭാഗം കാണാം, അതായത് അറബിക്കടൽ കാണാം. ഈ അറബിക്കടലിൽ നിന്ന് വാഹിനിയായിട്ടുള്ള കാറ്റടിക്കുകയാണ്. കാറ്റ് പശ്ചിമഘട്ടത്തിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുകയാണ്. ഈ മഴമേഘങ്ങൾ കാരണം ആ ഒരു ഭാഗത്ത് മാത്രം മഴ ലഭിക്കുന്നു. അപ്പോൾ കാറ്റിന് പ്രതിമുഖമായിട്ടുള്ള ഭാഗത്ത് മഴയുണ്ടോ? ഇല്ല, അവിടെ മഴ ലഭിക്കുന്നില്ല. ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും
മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ചെറിയ തോതിൽ മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. വടക്കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴലികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം ഒന്നും ലഭിക്കാറില്ല. ഇനി ഈ ഒരു പേജിൽ നമുക്കൊരു ചോദ്യം കാണാം. എന്താണ്? തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ തീരെ കുറവാകാൻ കാരണം എന്താണ് കാരണം? ഈ പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശമായതുകൊണ്ടാണ് ഇവിടെ മഴ തീരെ കുറയാനായിട്ട് കാരണം. അപ്പോൾ എന്താണ് ഉത്തരം? ഈ പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങളാണ്.